നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഇറാനിയൻ പടക്കപ്പൽ കൊച്ചിയിലെത്തി എന്നുള്ള വാർത്ത. ഇന്ത്യ അതിന് അഭയം കൊടുത്തിരിക്കുകയാണ്. കൊച്ചി തീരത്ത് ഇറാനിയൻ പടക്കപ്പൽ എത്തുമ്പോൾ ആദ്യ ഇറാനിയൻ പടക്കപ്പലിനുണ്ടായ അതേ വിധി അമേരിക്ക ഇതേ പടക്കപ്പലിനും നൽകിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതുണ്ടാകും, കേരളത്തെ അത് ബാധിക്കും, ഇന്ത്യയെ പൂർണ്ണമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ആ ഒരു ഭയം, ആ ഒരു നെഞ്ചെടുപ്പ് എപ്പോഴും കേരളത്തിനുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായി നടത്തുന്ന ചർച്ചകളും അതുപോലെ തന്നെ അവരുടെ ഒരു വളരെ സ്നേഹബന്ധവും ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വെച്ച് ഇറാൻ അത്തരം ഒരു അറ്റാക്ക് ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ പറയാനും കഴിയില്ല. അമേരിക്ക കലിയിളകി ഹാലിളകി നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാനിയൻ പടക്കപ്പലായ IRIS ലാവൺ കൊച്ചി തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിടുമ്പോൾ മേഖലയാകെ അതീവ ജാഗ്രതയിലാണ്. അപ്രതീക്ഷിതമായി ഇറാൻ യുദ്ധക്കപ്പൽ തീരമണിഞ്ഞതിനെ തുടർന്ന് കൊച്ചി നാവിക താവളത്തിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന സർവ്വസന്നാഹങ്ങളുമായി പൂർണ്ണ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അഭയം തേടിയത്. ദിവസങ്ങളായി കൊച്ചിയിൽ തുടരുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന 183 നാവികരെയും തികഞ്ഞ സുരക്ഷയോടെ കൊച്ചിയിലെ നാവിക താവളത്തിലേക്ക് മാറ്റിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിന് എത്തിയ ഈ പടക്കപ്പലിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറം ലോകത്തിന് യാതൊരുവിധ അറിവും ഇല്ലാതിരുന്നത് വലിയ പ്രതിരോധ ചർച്ചകൾക്കും കടുത്ത ദുരൂഹതകൾക്കും വഴിവെച്ചിരുന്നു. അമേരിക്കൻ സൈന്യം കപ്പൽ തകർത്തുവെന്നോ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുകയാണെന്നോ ഉള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കാവലിലാണെന്ന ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നത്. യാത്രക്കിടയിൽ സംഭവിച്ച ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ കാരണമാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് അടുപ്പിക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെ മറ്റൊരു ഇറാനിയൻ കപ്പലായ IRIS ബുഷറിനൊപ്പം ലാവണും മുംബൈയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ലാവണിനെ കുറിച്ച് പെട്ടെന്ന് വിവരങ്ങൾ ഇല്ലാതായത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ അടുപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ ഭരണകൂടം ഇന്ത്യക്ക് അടിയന്തര അഭ്യർത്ഥന നൽകുകയായിരുന്നു. കപ്പലിന്റെ സാങ്കേതിക തകരാറ് പരിഗണിച്ച് കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ കേന്ദ്ര ഭരണകൂടം അനുമതി നൽകുകയും കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടുകയും ചെയ്തു. സമാനമായ രീതിയിൽ ഇറാന്റെ മറ്റ് സൈനിക കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇതിനോടകം തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക വാഹിനിയായ ബുഷർ നിലവിൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ മറ്റൊരു പ്രധാന കപ്പലായ IRIS സഹദ് അടുത്തിടെ വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര നാവിക പ്രദർശനത്തിലും പങ്കെടുത്തിരുന്നു. അതേസമയം കൊച്ചി നാവിക താവളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതീവ സുരക്ഷയ്ക്ക് പിന്നാലെ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. സമാനമായ സാഹചര്യത്തിൽ നേരത്തെ ഇറാന്റെ മറ്റൊരു പടക്കപ്പലായിട്ടുള്ള IRIS ധേനയെ ശ്രീലങ്കയ്ക്ക് അടുത്തു വെച്ചാണ് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത്. മാരകശേഷിയുള്ള ആണവ അന്തർവാഹിനി ഉപയോഗിച്ചായിരുന്നു ഈ കടന്നാക്രമണം. വിശാഖപട്ടണത്ത് വെച്ച് നടന്ന മിലൻ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധ സമാനമായ സംഘർഷാവസ്ഥ ഇപ്പോഴും പുകയുന്നതിനാലാണ് ഇറാനിയൻ കപ്പൽ കൊച്ചിയിലെത്തിയപ്പോൾ ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രത പുലർത്തുകയും അറബിക്കടലിലുടനീളം നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തത്. അമേരിക്കൻ ഭീഷണി കാരണമാണ് കൊച്ചിയിൽ കപ്പൽ അടുപ്പിച്ചതെന്നും വിലയിരുത്തലുണ്ട്. അതായത് അമേരിക്കയെ ഭയന്നാണ് ഇത്തരത്തിൽ കപ്പലിന് യന്ത്ര തകരാറുണ്ട് എന്ന് പറഞ്ഞ് കൊച്ചിയിലേക്ക് അടുപ്പിച്ചത് എന്നും പറയുന്നു. അതല്ല, ശരിക്കും യന്ത്ര തകരാറുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അമേരിക്കയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുണ്ട്. അമേരിക്ക ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒരു പക്ഷേ അതിർത്തി കടന്ന് അമേരിക്ക കേരളത്തിലേക്ക് വന്ന് കൊച്ചി തുറമുഖത്ത് വെച്ചൊരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് ഇതുവരെ കൊച്ചി തുറമുഖം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആക്രമണവും രീതിയും ഒക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ടെഹ്റാനിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ടെഹ്റാനിൽ രാത്രി നടത്തിയ കനത്ത വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി തെക്കൻ ഇസ്രായേലിൽ മിസൈൽ വർഷവുമായി ഇറാൻ. കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതിനിടെ അമേരിക്കയും ഇസ്രായേലും ചെയ്തത് കൊടിയ പാതകമാണെന്നും നിരാശരാകേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പുമായി ഖമനേയിയുടെ എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടു. സയനിസ്റ്റ് ഭരണകൂടം വരുത്തിയത് പൊറുക്കാനാവാത്ത തെറ്റ്, കടുത്ത നിരാശയാകും ഫലം എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്.
3 ഭാഗങ്ങളായി തിരിച്ച പ്രതീകാത്മക ചിത്രമാണ് കുറിപ്പിനൊപ്പമുള്ളത്. ഇറാന്റെ ശാസ്ത്രജ്ഞർ മിസൈൽ നിർമ്മാണശാലയിൽ നിൽക്കുന്ന ചിത്രം. ഏറ്റവും താഴെയും മധ്യഭാഗത്തായും മരുഭൂമിയിൽ ഇറാൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സൈനികർ ലോഞ്ചറിനടുത്ത് നിൽക്കുന്നതും ഏറ്റവും മുകളിലെ ഭാഗത്ത് മിസൈലിന്റെ മുന നഗരങ്ങൾക്ക് മേൽ തീമഴയായി പതിക്കുന്നതുമാണ് ചിത്രം. ഖമനേയുടെ മരണത്തിന് പിന്നാലെ എക്സിലെ ബയോയിൽ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ധീര രക്തസാക്ഷിയാണെന്നാണ് മാറ്റിയിരിക്കുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിലും മധ്യപൂർവ്വ ദേശത്തെ US സൈനിക താവളങ്ങളിലും കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അതേസമയം ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും അങ്ങനെയെങ്കിൽ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ അമേരിക്ക സഹായിക്കാമെന്നും ട്രംപ് പറയുകയാണ്. നിരുപാധികം കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും ഇറാൻ മുന്നിൽ ഇല്ലെന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ടെഹ്റാനിലും കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഇറാനിനെ കരകയറ്റാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങാം, ഞങ്ങൾ നിൽക്കാം. അതിന് സമ്പദ്ഘടനയെ വലിയതും മെച്ചപ്പെട്ടതും കരുത്തുറ്റതുമാക്കാനും അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കാമെന്നും ഇറാനെ വീണ്ടും മഹത്തരമാക്കാമെന്നും ട്രംപ് കുറിപ്പിൽ പറയുന്നു. അതേസമയം ഇന്നലെ രാവിലെയും രാത്രിയുമായി ടെഹ്റാനിൽ 300ഓളം കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ US ആക്രമണങ്ങളിലായി 1332 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് സ്ഥിരീകരിച്ചു. 8 ദിവസമായി അയവില്ലാത്ത യുദ്ധം തുടരുകയാണ്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ 212 ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു. എന്തായാലും 212 പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത്. നിലവിലെ സാഹചര്യത്തിൽ നെഞ്ചുടിപ്പ് ഉയരുകയാണ്. ഇറാൻ ഈ ഒരു വാർത്ത ഇപ്പോൾ ലോകമെമ്പാടും പടർന്നു കഴിയുമ്പോൾ ഇന്ത്യക്ക് സമ്മർദ്ദം ഉണ്ടാകുമോ? ഈ കൊച്ചിയിൽ നിന്നും കപ്പൽ തിരിച്ചയക്കാനായി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി കൊച്ചിയിൽ നിന്ന് കപ്പൽ തിരിച്ചയച്ചില്ലെങ്കിൽ പോലും മറ്റൊരു കപ്പൽ തയ്യാറാക്കിക്കൊണ്ടില്ലെങ്കിൽ സജ്ജീകരിച്ചുകൊണ്ട് ഈ 173 ഇറാനിയൻ പൗരന്മാരെയും തിരിച്ചയക്കാനുള്ള നീക്കം നടത്തുമോ എന്നടക്കമുള്ള കാര്യവും കാത്തിരുന്ന് കാണാം.